സമയത്ത് അവിടെ അവർ റേസിങ്ങിൻ്റെ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഷൂട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ ഹെൽമെറ്റിൽ ക്യാമറയൊക്കെ വെച്ചിട്ട് അപ്പോൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വണ്ടി വന്ന് ഇടിക്കുകയായിരുന്നു. അവിടെ നിന്ന് കണ്ടുകൊണ്ട് നിന്ന ആൾക്കാർ പറഞ്ഞു. അതെ അതെ, അവരുടെ വണ്ടി 145 കിലോമീറ്റർ സ്പീഡിലാണ് വന്ന് ഇടിക്കുന്നത് നമ്മുടെ വണ്ടിയിൽ. അപ്പം ഈ വന്നിടിക്കുന്ന പയ്യന് ലൈസൻസ് ഇല്ല, 18 വയസ്സായിട്ടില്ല, അവൻ്റെ അല്ല ബൈക്ക്. അപ്പോൾ ആ വന്ന് ഇടിച്ച ഇടിയിൽ രണ്ടുപേരും തെറിച്ച് വീഴുമായിരുന്നു. എൻ്റെ അണ്ണനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അണ്ണൻ്റെ കൂടെ ഉണ്ടായിരുന്ന അണ്ണനും രണ്ടുപേരും തെറിച്ച് വീഴുമായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രണ്ടുപേരും മരിച്ചു. ചേട്ടൻ ആ സംഭവ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു. പിന്നെ കൂടെ ഉണ്ടായിരുന്ന അണ്ണൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് മരണപ്പെടുന്നത്. പിന്നെ ഈ വണ്ടി വന്ന് ഇടിച്ച പയ്യനും മരണപ്പെട്ടു. 3 പേര് അന്ന് മരിച്ചു. അതെ, 3 പേരും മരണപ്പെട്ടു. നമ്മുടെ വീടിനടുത്തുള്ള ആശാവർക്കർ വിളിച്ചിട്ട് പറയുന്നത് അച്ഛൻ ഇതുപോലെ ഒരു ആക്സിഡൻ്റ് ആയി. അപ്പോൾ ഇവരിതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. പക്ഷേ അച്ഛൻ ആക്സിഡൻ്റ് ആയെന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പായിക്കൊന്നും പറ്റിയിട്ടില്ല. ഞാൻ വീട്ടിൽ വിളിച്ച് വെച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്നപ്പം ആണ് പറയുന്നത് ഇന്നപോലെ ചേട്ടനാണ് ആക്സിഡൻ്റ് ആയെന്ന്. അന്നിപ്പോഴും നമുക്ക് ഇത്രയും ഒരു എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അറിയത്തില്ല. ചെറിയ എന്തെങ്കിലും ഒരു ഫ്രാക്ചർ എന്തെങ്കിലും കാണുമെന്നുള്ളതാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ ചെത്തിപ്പുഴ സെൻറ്റ് തോമസ് ഹോസ്പിറ്റൽ ചങ്ങനാശ്ശേരിയിൽ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ഭയങ്കര ജനവും പോലീസ് വണ്ടിയും ആംബുലൻസും പിന്നെ നമ്മുടെ ചേട്ടൻ്റെ എൻ്റെയും കൂട്ടുകാരും എല്ലാവരും ഭയങ്കര ഒരു ഭീകരമായിട്ടുള്ളൊരു നമുക്ക് ആ ഓർക്കാൻ തന്നെ നമുക്കൊരു മടിയാണ്. ആ സമയത്ത് ഞാൻ കയറി പോകുമ്പോഴാണ് എന്നെ ഒരു പോലീസുകാരൻ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ സഹോദരനാണോ എന്ന് ചോദിച്ചു. ഞാനാണെന്ന് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു SP അവിടെ നിൽപ്പുണ്ട്, സാറിൻ്റെ അടുത്തോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ അടുത്തോട്ട് പോയപ്പോൾ തന്നെ എൻ്റെ ചോദിച്ചു നിങ്ങൾ സഹോദരനാണോ. അപ്പം ചേട്ടൻ കൊണ്ടുകൊണ്ടിരുന്ന ബാഗ് ഇരിപ്പുണ്ട്, വണ്ടിയുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് ചേട്ടൻ്റെ ആണോ ബാഗ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആൾ പോയി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞു സാറേ അങ്ങനെ പറയരുത് എന്നും പറഞ്ഞ് ഞാൻ അകത്തോട്ട് കയറി പോകുമ്പം ചേട്ടനെ പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ആ സമയത്ത് ഞാൻ ചേട്ടൻ്റെ പുറത്ത് ദേഹത്ത് തട്ടി നോക്കുമ്പോൾ തന്നെ ആ ചൂട് മാറിയിട്ടില്ല. ആ ആക്സിഡൻറ്റ് നടന്ന് ഏകദേശം ഒരു അരമണിക്കൂർ പോലും ആയിട്ടില്ല. അതിന് ശേഷമാണ് മറ്റേ കൂടെ ഉണ്ടായിരുന്ന അണ്ണൻ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുന്നത്. അപ്പം അന്ന് ഇപ്പോൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് ചേട്ടൻ്റെ ഇളയ മോൾക്ക് 7 മാസം പ്രായമേ ഉള്ളൂ. ഇപ്പോൾ ആ കുട്ടി വലുതായി, ഇപ്പം 4 വയസ്സായി, ഇപ്പോൾ LKGയിൽ പഠിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അവളിപ്പോൾ ചോദിക്കുന്നുണ്ട് എൻ്റെ അപ്പ എന്തിയെന്ന്. അപ്പം എൻ്റെ അമ്മ ഇപ്പോൾ പറയുന്നത് ഗൾഫിന് പോയിരിക്കുക, വരും എന്നുള്ള ഇതിലാണ്. ഇപ്പോൾ ഈ വരുന്ന ജൂലൈ ആകുമ്പോഴത്തേക്കിന് 5 കൊല്ലം തികയുക. അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വണ്ടി ഓടിച്ച് പാഞ്ഞ് നടക്കുന്ന അവർക്ക് കുടുംബത്തിനെ പറ്റി ഓർക്കേണ്ടായിരിക്കാം. പക്ഷേ ഈ വന്നിടിച്ച് ഇങ്ങനെ എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിച്ച് അതിൽ പെട്ടുപോകുന്ന ആൾക്കാർക്ക് കുടുംബവും അവരുടെ കുഞ്ഞുങ്ങളെയും ഉണ്ടെന്നുള്ള വിചാരം ഓർത്ത് ബാക്കി ഓപ്പോസിറ്റ് വരുന്നവർ വണ്ടി ഓടിക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങളൊന്നും ഉണ്ടാവത്തില്ല.